എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. മുളന്തുരുത്തി ഡിവിഷനിൽ നിന്നാണ് 22-കാരിയായ അൻസാറ ജോൺസൺ ജനവിധി തേടുന്നത്. തൃശൂർ ലോ കോളേജിലെ LLB വിദ്യാർത്ഥിനിയാണ് അൻസാറ. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ട് കാണാം. പിരിയും പഴയതോ നനഞ്ഞ കമ്പിൽ നിന്നു നിലത്തെറ്റി വീണ് രണ്ടിലകൾ നമ്മൾ വീണുകേ നാം രണ്ടു മേഘശകരങ്ങളായി അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ മഴവെള്ളു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേക തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ഇരുമുന്നണികളും യുവജനങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളോടൊപ്പമുള്ളത് അൻസാറ ജോൺസൺ ആണ്. അതായത് മുളന്തുരുത്തി ഡിവിഷനിൽ എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മത്സരാർത്ഥിയാണ്. 22 വയസ്സാണ് അൻസാറയുടെ പ്രായം. ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥി കൂടിയാണ് ആൻ ലോ കോളേജിൽ, തൃശ്ശൂർ ലോ കോളേജിലെ സ്റ്റുഡൻ്റ് ആണ്. എങ്ങനെയായിരുന്നു ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നത്? എങ്ങനെയായിരുന്നു? ഞാൻ എൻ്റെ നാട്ടിൽ നല്ല കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പൊതുപ്രവർത്തനങ്ങളൊക്കെ ഭയങ്കര താല്പര്യമുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ്സിൽ കോവിഡ് സമയത്തായിരുന്നു സജീവമായി തന്നെ ഞങ്ങളുടെ നാട്ടിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനുശേഷം പരിഷത്തിലേക്ക് ചെല്ലുകയും തുരുത്തിക്കര യൂണിറ്റിൽ അംഗമായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ അവിടുത്തെ യുവസമിതിയുടെ പ്രസിഡന്റാണ്. അപ്പോൾ അങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ അവിടെ നിന്നായിരുന്നു തുടക്കം എല്ലാം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു അയൽക്കൂട് ഓണാഘോഷ സമിതി 28 വർഷമായി അവിടെ തുടങ്ങിയിട്ട് ഓണാഘോഷം നമ്മൾ നടത്താൻ ആരംഭിച്ചിട്ട് അവിടെ നിന്നും എൻ്റെ തുടക്കമായിരുന്നു. അവിടെ നിന്നാണ് കുട്ടിക്കാലങ്ങളിൽ എൻ്റെ പാട്ടിനായാലും ഡാൻസിനായാലും എല്ലാം സജീവമായി നിൽക്കാൻ എനിക്ക് അവിടെ നിന്നാണ് സാധിച്ചത്. എല്ലാത്തിലേക്കും മുൻപന്തിയിലേക്ക് എന്നെ ഇറക്കി വിട്ടത് അപ്പയും അമ്മയും തന്നെയായിരുന്നു. സ്ഥാനാർത്ഥിയാകണം എന്നുള്ള ഒരു വിളി വരുമ്പോൾ ശരിക്കും ഞെട്ടിയോ? സത്യമായിട്ട് ഞെട്ടിത്തരിച്ച് ഞാൻ പോയായിരുന്നു. കാരണം ഞാൻ എനിക്ക് ഇന്റേണൽ എക്സാം നടക്കുന്ന സമയത്തായിരുന്നു. എനിക്കൊരു എക്സാമിന് കയറുന്നേക്കാളും കുറച്ച് മണിക്കൂർ മുമ്പ് ഒരു കോള് വന്നു, അൻസാറ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ നിന്നെ നിർത്തുകയാണ്, നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഞെട്ടി നിൽക്കുകയായിരുന്നു. ഞാൻ 2-3 വർഷം ഒന്നും കൂടി ക്ലിയർ ആയില്ല, ഒന്നും കൂടി പറയൂ എന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞു ജില്ലാ പഞ്ചായത്തിലേക്കാണ് നിന്നെ നാമനിർദ്ദേശം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിന്റെ ഒപ്പീനിയൻ, നിന്റെ താല്പര്യമുണ്ടോ? എനിക്ക് കുഴപ്പമില്ല, പൊതുപ്രവർത്തനം എനിക്ക് ഇഷ്ടമാണ്, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനും അതിലേറെ ഇഷ്ടമാണ്, ഞാൻ റെഡിയാണ്, എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് നൽകി. ജില്ലാ പഞ്ചായത്ത് മെമ്പറാവുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കും. അപ്പോൾ ആ ഒരു അംഗീകാരം, പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ പൊതുപ്രവർത്തനത്തിലൂടെയൊക്കെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഇതൊക്കെ കൂടി വോട്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും വിശ്വസിക്കുന്നുണ്ട്. കാരണം അവിടെ പറയാൻ കഴിഞ്ഞത്, എല്ലാവരും പറഞ്ഞത് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ്, വെറും 22 വയസ്സ് മാത്രമാണ് പ്രായം എന്നാണ്. ഒരു പക്ഷേ ഏറ്റവും പൊക്കം കുറഞ്ഞ സ്ഥാനാർത്ഥി ഞാൻ തന്നെയായിരിക്കും. അപ്പോൾ ഇതെല്ലാം, അതായത് എല്ലാ മേഖലയിലും എനിക്ക് പൊതുപ്രവർത്തനത്തിൽ എല്ലാ മേഖലയിലും തന്നെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലാതെ തന്നെ കുഞ്ഞിലേ മുതലേ ഓരോ പ്രവർത്തനത്തിൽ അപ്പയുടെ കൂടെയായാലും അമ്മയുടെ കൂടെയായാലും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ ആയാലും പോലും എല്ലാത്തിലും എനിക്ക് ഒരു സ്ഥാനം അല്ലെങ്കിൽ എല്ലായിടത്തും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു നല്ല പോസിറ്റീവായിട്ട് നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എതിർ സ്ഥാനാർത്ഥി ബിനിഷാജിയാണ്. അത് പഞ്ചായത്ത് മെമ്പറായിട്ട് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ്, സുഹൃത്താണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ നിന്ന് തഴക്കവും പഴക്കമുള്ള ഒരാൾ എതിർ സ്ഥാനാർത്ഥി ആകുന്നതിൽ ആശങ്കയുണ്ടോ? ഇല്ല, എനിക്കൊട്ടും ആശങ്കയില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഞാനൊരു യങ്സ്റ്റർ ആയതുകൊണ്ട് എല്ലാ മേഖലയും എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ എതിർ സ്ഥാനാർത്ഥി നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയാണ്. 16ാം വാർഡ് മെമ്പറായിരുന്നു, എൻ്റെ ഇടവകക്കാരിയാണ്, ഞാൻ മുളന്തുരുത്തിപ്പള്ളി ഇടവകയാണ്. ഞങ്ങൾ ഒരുമിച്ച് നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും ഇങ്ങനെ സ്ഥാനാർത്ഥിയാണെന്നുള്ളൊരു കാര്യം നമ്മളിങ്ങനെ സൂചനകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, കൺഗ്രാജുലേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളായതുകൊണ്ടാണ്. അപ്പോൾ നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയായിരുന്നു ആണ് എനിക്ക് ഓപ്പോസിറ്റ് വന്നിരിക്കുന്നത്. യൂത്തിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ യങ്സ്റ്റേഴ്സാണ് കൂടുതൽ മത്സരരംഗത്തേക്ക്, അതായത് മത്സരരംഗത്തേക്ക് യങ്സ്റ്റേഴ്സിനെ കൂടുതൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമൊക്കെ എല്ലാ മുന്നണികളുടെയും ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ ഒരു പ്രതീക്ഷ അവർക്കും ഉണ്ടാകും. നിങ്ങളും
ഈ യൂത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ വിമൻ ഓറിയന്റഡ് ആയിട്ട് എന്ത് ചെയ്യാം എന്നൊരു ധാരണ ഇപ്പോൾ ആനിന് ഉണ്ടായിട്ടുണ്ടാവും. എന്താണ് ആൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായാൽ ആദ്യം ഇംപ്ലിഫൈ ചെയ്യുന്ന അങ്ങനെ മനസ്സിലുള്ളൊരു പദ്ധതി എന്താണ്? യുവാക്കളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതായിരിക്കും. കാരണം ഇപ്പൊ തന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ യുവാക്കൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.